നമ്മളിപ്പോൾ ഞങ്ങൾ പ്രൈസ് മേടിച്ചിട്ട് വരുള്ളൂ. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഒരു ഇന്റർ കോളേജ് ഇവന്റിന് വേണ്ടി പോവായിരുന്നു. ഞാൻ വിചാരിച്ചു വൈനോട് നമുക്കൊരു ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിടാം. അങ്ങനെ നമ്മൾ കോളേജ് ബസ്സിലൊക്കെ കയറി പോവാണ് ഗൈസ്. പിന്നെ മാത്രമല്ല, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ബിസിനസ് ക്വിസിനായിരുന്നു. എല്ലാവർക്കും കുറച്ച് കഴിവ് ഏറിപ്പോയതുകൊണ്ട് തന്നെ ഒരു ടീം തന്നെ ഞങ്ങളെ പാർട്ടിസിപ്പേഷൻ. നമ്മൾ അവിടെ എത്തിയിട്ട് ചുമ്മാ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടന്നു ഗൈസ്. വേറൊരു കാര്യം അതല്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇവന്റിനെ കുറിച്ച് യാതൊരു വിധ ടെൻഷനും പിന്നെ നമ്മൾ അവിടെ എത്തിയതും ഇവന്റ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഫുൾ യൂണിഫോം ആയിരുന്നു ഗൈസ്. അതുകൊണ്ട് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവന്റ് മാത്രമല്ല അവിടെ നടക്കുന്നത്, കുറെ ഇവന്റ്സ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഇവന്റ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വെച്ചിട്ടാണ് കയറി. ഒരുപാട് കോളേജസ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഇങ്ങനെ ടെൻഷനൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ട്രഷർ ഹണ്ടിനുള്ള ടീമാണ് അവിടെ. ഞങ്ങൾ ഇവന്റ് നടക്കുന്ന സ്ഥലം വേറെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോയി അതിൽ ക്ലാസ്സിൽ കയറി ഇരുന്നു. അല്ല, നേരത്തെ തന്നെ ഫുഡിന്റെ ടോക്കണൊക്കെ കിട്ടിട്ടോ. പിന്നെ ഈ ഒരു പെന്നൊക്കെ കിട്ടിയപ്പോ മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയോ കിടന്നു. 2 റൗണ്ട് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡിന്റെ ക്യൂലായിരുന്നു ഗൈസ് നിന്നിട്ടുണ്ടായിരുന്നു. ഫുഡിന്റെ ടോക്കൺ നേരത്തെ കിട്ടിയോണ്ട് നമുക്കൊരു ടെൻഷൻ. നമുക്ക് ഫുഡായിട്ട് തമിഴ്നാട്ടിൽ എന്തൊക്കെ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മളെല്ലാരും കൂടി ഇന്ന് ഫുഡ് കഴിക്കായിരുന്നു ഗൈസ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 3rd റൗണ്ടിലേക്ക് പോകാം. ഈ ഒരു റൗണ്ടിൽ നല്ല ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പുറമേ ചിരിച്ചു കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര ടെൻഷൻ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ് ഗൈസ്. അങ്ങനെ ബസ്സിൽ എല്ലാരും ബസ് കയറി ഗൈസ്. അങ്ങനെ നമ്മൾ കോളേജിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടോ. ഡയറക്റ്റ് ക്യാൻറ്റീനിൽ പോയിട്ട് നാരങ്ങ വെള്ളം കുപ്പിയിലാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുറുക്കും കൂടെ കഴിച്ചു ഗൈസ്. അപ്പൊ എത്രയുള്ളൂ.